പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമുക്ക് കർത്താവിന് സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്, ആഴ്ചയാണിത്. എഫെസ്യർ 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മൾ കുറച്ചേരൊക്കെ സ്വസ്ഥമായിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. നമുക്കങ്ങനെ അനുദിന ജീവിതത്തിൽ സ്വസ്ഥമായിരിക്കാൻ കുറേ പേരെങ്കിലും സമയം കണ്ടെത്തുന്നുണ്ടാവും. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കയറിയിരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലോ ഒക്കെ ഒന്ന് സ്വസ്ഥമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാൻ, ആത്മശോധന ചെയ്യാനും നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥന ചൊല്ലുന്ന സമയമുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അത് വാചിക പ്രാർത്ഥനയാണ്. എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഇങ്ങനെ ചൊല്ലിക്കൂട്ടുന്ന സംഭവമാണ് കുടുംബപ്രാർത്ഥന. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വസ്ഥമായിരിക്കുന്നുണ്ടാവില്ല പ്രാർത്ഥന സമയത്ത് പോലും. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് പ്രാർത്ഥനയ്ക്ക് മുൻപും പ്രാർത്ഥനയ്ക്ക് പിൻപും പ്രാർത്ഥന മുറിയിൽ തന്നെ കുറച്ച് നേരം ഇരിക്കാൻ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സമയത്ത് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുൻപും പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം സ്വസ്ഥമായിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുകയില്ല എവിടെയാണ് നമ്മൾ സ്വസ്ഥമായിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ തിന്മയുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകുകയില്ല. നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന തിന്മ ഏതാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് സുവിശേഷത്തിൽ സാത്താൻ പ്രവേശിച്ചു എന്നാ പറയുക. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് യോഹന്നാൻ 13:27 അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ പ്രവേശിച്ചു. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ സാത്താൻ പ്രവേശിക്കുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ അത്രയും വശംവദമാണോ? ഞാനിങ്ങനെ ആത്മീയ മേഖലയിൽ നിൽക്കുമ്പോഴും ഞാൻ വീണു പോകാൻ സാധ്യതയുണ്ടോ? അത് നമ്മൾ അറിയണ്ടേ, തിരിച്ചറിയണ്ടേ. തിരിച്ചറിഞ്ഞില്ലെങ്കിലോ നമുക്കിതുകൊണ്ടൊന്നും ഉപകാരമില്ലാതാവും. തീർത്ഥാടനം കൊണ്ട് ഉപകാരമില്ല, തപസ്സുകാലം കൊണ്ട് ഉപകാരമില്ല, ഹോളി വീക്ക് കൊണ്ട് ഉപകാരമില്ല, ഒന്നും ഉപകാരമില്ലാതാവും. നമുക്കൊന്ന് ഉപകാരപ്പെടുത്തണ്ടേ? ഇന്നധികം സമയമില്ല. നമുക്ക് ഈ പരിശുദ്ധ ബലി ഭക്തിയോട് അർപ്പിക്കാം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഈ കുർബാന സമയത്ത് പോലും സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പല വിചാരം, അശ്രദ്ധ എല്ലാം വരും. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ലാറ്റിൻ കുർബാനയുടെ പ്രാരംഭ കർമ്മം അനുതാപ ശുശ്രൂഷയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും
സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ കൂദാശകൾ അനുഷ്ഠിക്കാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്ന പോലെ പാപപ്പൊറുതി പ്രാപിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു, എന്നെ മിനുക്കിയ അസ്ത്രമാക്കി. തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രയേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വച്ചു തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങിൽ ഞാൻ ആശ്രയം വെക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവുമായിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അധരങ്ങൾ
എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും അങ്ങയുടെ നീതിപൂർവ്വകവും രക്ഷാകരവുമായ രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമേ, ചെറുപ്പം മുതൽ അങ്ങ് എന്നെ പരിശീലിപ്പിച്ചു. ഞാൻ ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. ഞങ്ങളുടെ രാജാവേ വാഴുക. പിതാവിനെ അനുസരിച്ച് കൊല്ലാൻ പോകുന്ന ശാന്തമായ കുഞ്ഞാടിനെ പോലെ കുരിശുമരണത്തിന് അങ്ങ് ആനയിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രവചിച്ചു, അപ്പക്കഷ്ണമൊക്കെ ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇതെന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടനെ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ
കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, തിന്മയുടെ സ്വാധീനം ഉണ്ട് അല്ലേ? തിന്മയുടെ സ്വാധീനം ഉണ്ട്. നമുക്കത് പെട്ടെന്ന് പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കും ഇല്ല? ഒരു പ്രകാശം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അന്ധകാരം ഉള്ളപ്പോഴും. അപ്പോൾ അന്ധകാരം ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രകാശത്തിൻ്റെ വില എന്ന് പറഞ്ഞതുപോലെയാണ് തിന്മയുടെ സ്വാധീനമുണ്ട്. നമുക്ക് അവരവർക്ക് തന്നെ വിചിന്തനം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എവിടെ നിന്നൊക്കെയാണ് തിന്മ വരുന്നത്? ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. അതിൽ പറയുന്നത്, ഹൃദയത്തിൽ നിന്നാണ് അവ പുറപ്പെടുന്നത്, അത് മനുഷ്യൻ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നെഗറ്റിവിറ്റി വരാം. ഇനി മറ്റുള്ള ആളുകളിൽ നിന്ന് വരാം. ഇപ്പോൾ ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരാളോട് ആണ് നമ്മളെപ്പോഴും ഇടപഴകുന്നതെങ്കിൽ അയാളിലുള്ള നെഗറ്റിവിറ്റി നമ്മിലേക്ക് വരാം. ഇനി നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്ന് വരാം. നമ്മളിപ്പോൾ ഇടപഴകുന്ന സാഹചര്യം നെഗറ്റീവ് ഉള്ള ആളെങ്കിൽ അതിന് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റി വരാം. അതുകൊണ്ട് കർത്താവിൻ്റെ സംരക്ഷണമൊക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ? കർത്താവിൻ്റെ സംരക്ഷണം വേണം. നമുക്ക് ഈ നെഗറ്റിവിറ്റി പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എല്ലാ ദിവസവും. എനിക്ക് തോന്നുന്നു കുമ്പസാരത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആന്തരിക സൗഖ്യം. കാരണം കുമ്പസാരം കഴിഞ്ഞു, പാപങ്ങളെല്ലാം പോയി. എല്ലാ പാപവും നന്നായിട്ട് കുമ്പസാരിച്ച എല്ലാ പാപവും പോവും. എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ കാർന്നു തിന്നും. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് തിന്മ അല്ലേ? അച്ഛനെ പേടിച്ചിട്ട് എന്തെങ്കിലും മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതവിടെ തന്നെ ഇരിക്കും. ഒരു ക്യാൻസർ പിന്നെയും പടർന്നു പിടിക്കുന്ന പോലെ ഒരു അണു അവിടെ ഇരുന്നിട്ട് നമ്മളെ ആക്രമിക്കും. അപ്പോൾ ഇനി നന്നായിട്ട് കുമ്പസാരിച്ച് പാപങ്ങളെല്ലാം പോയി. പക്ഷേ തിന്മയുടെ സ്വാധീനം എന്നിട്ടുണ്ടല്ലോ. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പാപം ചെയ്യുന്നു. ഇപ്പോൾ ഒരു മോശമായൊരു ചിത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുമ്പസാരിച്ചു. പക്ഷെ കണ്ട കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഒരാളോട് വെറുപ്പ്, അത് എനിക്ക് ഇന്ന ആളോട് നല്ല വെറുപ്പുണ്ടായി അച്ഛാ എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചു എന്ന് കരുതുക. പക്ഷെ ആ വെറുപ്പ് പിന്നെ ഉണ്ടല്ലോ, പോകുന്നില്ലല്ലോ. അപ്പം എന്തു ചെയ്യും? അപ്പം നമ്മൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും മറ്റെല്ലാ ചിന്തകളെയും അങ്ങയുടെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമുക്കതിനെ കീഴടക്കാൻ പറ്റില്ല. അപ്പോൾ കുമ്പസാരം കഴിയുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് ആദ്യം ദൈവത്തിന് നന്ദി പറയുക. രണ്ടാമതൊരു കാര്യം ചെയ്യേണ്ടത്, ഈശോയെ, ഇന്നലെ ഈ സമയം വരെയൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് കുറേ നെഗറ്റിവിറ്റി കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അതിൽ നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഇനി ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് മാറ്റണം. അല്ലെങ്കിൽ ആ വിഷമം ഉള്ളിലിരുന്ന് അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ വർത്തമാനങ്ങളിൽ പോലും അത് പ്രതിഫലിക്കും. അപ്പോൾ ഇത് ആന്തരിക സൗഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സക്കറിയ 9:8 പറയുന്ന ഒരു വചനം, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അപ്പോൾ ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുക. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പലരും കയറി ഇറങ്ങിപ്പോവും, നമ്മൾ അറിയല. പല ചിന്തകളും ഇങ്ങനെ കയറി ഇറങ്ങിപ്പോവും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 21-ാം വാക്യത്തിൽ അത് ഭവനങ്ങളെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അവർ ഭവനങ്ങൾ പണിത് അതിൽ വാസമർപ്പിക്കും. മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കും. അതിൻ്റെ അടുത്ത വചനം യേശയ്യാ 65:22 ഒരു വചനം ഇങ്ങനെയാണ്. 65:22 യേശയ്യാ 65:22 അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല.
അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമല്ലേ? നമ്മൾ ഈ ആലയം പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. നിരന്തരം കുമ്പസാരം വഴിയും പ്രാർത്ഥനകൾ വഴിയും തപസ്സുകാല അനുഷ്ഠാനം വഴിയും നമ്മൾ കർത്താവിന് ഒരു ആലയം നമ്മൾ പണിതുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ അവർ ഭവനങ്ങൾ പണിത് അതിൽ വാസമർപ്പിക്കും. അതൊക്കെ ഇങ്ങനെ ധ്യാനിക്കാനും നല്ലതാണ്. അതിൽ പറയുന്ന വചനമാണ്, അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കയില്ല. ആരെയും ഞാൻ വസിക്കാൻ അനുവദിക്കില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ശ്രമം വേണം. ദൈവിക ചിന്ത കൊണ്ട് നിറയ്ക്കണം. ദൈവിക ചിന്തകൾ കൊണ്ട് നിറക്കണം. എന്താണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? എത്ര ശതമാനം നല്ല ചിന്തകളുണ്ട്? എത്ര ശതമാനം മോശം ചിന്തകളുണ്ട് നമ്മുടെ ഉള്ളിൽ? എത്ര ശതമാനം ദൈവ സാന്നിധ്യമുണ്ട്? എത്ര ശതമാനം തിന്മയുടെ സ്വാധീനമുണ്ട്? നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പം തിന്മ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പത്രോസ് തള്ളിപ്പറയുന്നതിന് മുമ്പ് ഈശോ പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല, എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യം. അപ്പോൾ അതുണ്ട്, തിന്മയുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സാത്താൻ പ്രവേശിച്ചത്. അവൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം യൂദാസ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവൻ പ്ലാൻ ചെയ്തു. ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. 26-16 മത്തായി 26-16 അവൻ പ്ലാൻ ചെയ്തു എന്നാ പറയുന്നത്. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അപ്പം തിന്മ ശക്തമല്ലേ? യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മളും പരിശുദ്ധ കുർബാന എന്ന വലിയ സംഭവം, ഈശോയുടെ തിരുശരീരം, ഈശോയുടെ സാന്നിധ്യം, നമ്മളത് വിശുദ്ധമായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മിലും നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും സ്വാധീനം ചെലുത്തുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടെ ചെയ്യണം. വിശുദ്ധിയോടുകൂടെ ചെയ്യണം. 1 കൊരിന്തോസ് 11:26-27 വചനങ്ങളിൽ, 27, 28, 29, 30 വചനങ്ങളിൽ ഇത് പറയുന്നുണ്ട്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. അപ്പോൾ അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ, നമ്മൾക്ക് പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു, കുംഭസാരം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുംഭസാരത്തിന് വേണ്ടി 5 കാര്യങ്ങളുണ്ടല്ലോ, കുംഭസാരത്തിന് ഒരുക്കമായിട്ടുള്ള 5 കാര്യങ്ങൾ. അതുപോലെ കുർബാന സ്വീകരണത്തിന് 3 കാര്യങ്ങളുണ്ട്. സഭ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, പ്രസാദപരവസ്ഥയിലായിരിക്കണം. അപ്പം നേരിട്ട് ദൈവത്തോട് പറഞ്ഞ് പാപങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂദാശ സ്വീകരിക്കുന്നില്ലല്ലോ. കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചാലല്ലേ പ്രസാദവരം കിട്ടൂ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പ്രസാദപരവസ്ഥയിലായിരിക്കണം. 2, 1 മണിക്കൂർ ഉപവസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നത് ഉപവാസ ലംഘനമല്ല. 1 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കരുത് എന്നൊരു കാര്യമുണ്ട് കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ്. അത് പലരും അത് കാറ്റിപ്പറത്തി കളയുന്നുണ്ട്. കുർബാനയ്ക്ക് തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് കുർബാനയ്ക്ക് കയറുന്നത്. അപ്പോൾ അരമണിക്കൂറുള്ള കുർബാനയാണെങ്കിൽ 1 മണിക്കൂർ ആകിയല്ല. അപ്പം നമ്മൾ അതൊക്കെ നിസ്സാരമാക്കി കളയുന്നുണ്ട്. ഇനി വേണ്ടത്ര ഒരുക്കവും ഭക്തിയും, അതാണ് 3-ാമത്തെ കാര്യം. പ്രസാദപരവസ്ഥയിലായിരിക്കണം, 1 മണിക്കൂർ ഉപവസിക്കണം, വേണ്ടത്ര ഒരുക്കവും ഭക്തിയും. ഇതാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി സഭ നമ്മളോട് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ വ്യക്തിപരമായി എന്തോരം കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ തിന്മയുടെ സ്വാധീനം നമ്മിൽ നിന്ന് ഒഴിവാക്കാനും നന്മ കൊണ്ട് നിറയ്ക്കാനും ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. പത്രോസിനെ ഈശോ ഒരു നോട്ടം നോക്കി. അതെന്തിനാ?
പത്രോസ് ഉള്ളുനൊന്ത് കരയാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, അരുതാത്തൊരു വർത്തമാനം പറയുമ്പോൾ, മുതിർന്നവരാണെങ്കിൽ പെട്ടെന്ന് തിരുത്തുകയല്ല ആളുകളുടെ മുമ്പിൽ വെച്ച്. പക്ഷേ തിരുത്തലിൻ്റെ ഒരു സൈനാണ് ഒരു നോട്ടം. ചിലപ്പോൾ അമ്മയായിരിക്കാം, ചിലപ്പോൾ ക്ലാസ് ടീച്ചറായിരിക്കാം, കൂടെയുള്ള സഹപ്രവർത്തകരായിരിക്കാം. ഒരു അരുതാത്തൊരു വർത്തമാനം, ഒരു മോശമായൊരു കാര്യം, ഒരു നെഗറ്റിവിറ്റിയുള്ളൊരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ആ കൂടെയുള്ളവർ ആ നോട്ടത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇനി ചിലവർ നിശബ്ദരാകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്ന നിമിഷം തന്നെ ആ ഗ്രൂപ്പ് എവിടെയാണ് നമ്മൾ പറയുന്നത് അവർ നിശബ്ദരാകും. അതൊരു സൈനാണ്. അപ്പം നമുക്ക് നെഗറ്റിവിറ്റി അറിയാനും തിരുത്താനും ഒക്കെ ഒത്തിരി അവസരമുണ്ട്. ആരും നമ്മളോട് ഡയറക്റ്റായിട്ട് പറയില്ല. നമുക്ക് പോലും അറിയില്ല. യൂദാസ് പോലും അറിഞ്ഞില്ല. യൂദാസിന് പോലും മനസ്സിലാകുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന്. ഇനി നമ്മൾ ഈ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നമ്മളെങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണെന്ന് 1 പത്രോസ് 5:8 പറയുന്ന കാര്യമാണ്. ഇനി പാപം വാതിക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഉൽപ്പത്തി 4:7 പറയുന്നുണ്ട്. പാപം വാതിക്കൽ പതിയിരിപ്പുണ്ട്. വാതിലിങ്ങനെ തുറക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കി തുറന്നില്ലെങ്കിൽ ഓടിക്കകത്ത് കയറിയിരിക്കും. ഇത് സിംബോളിക്കായിട്ടൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് പാപം കയറി അകത്തിരിക്കും. പെട്ടെന്നൊരു കാന്തം പോലെ കയറിപ്പിടിക്കാവുന്ന ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വേഗം കയറും. അവനെ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ടാണ് അപ്പക്കഷണം സ്വീകരിച്ചപ്പോഴും സാത്താൻ പെട്ടെന്ന് കയറിപ്പിടിക്കുന്നത്, ഒരു തിന്മയെ മറ്റൊരു തിന്മ വന്ന് കയറിപ്പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ സർപ്പം കൗശലമേറിയതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ അങ്ങനെ യൂദാസിന് അനുതാപമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂദാസ് പശ്ചാത്തപിച്ചു എന്ന് പറയുന്നുണ്ട്. അത് 3-ാമത്തെ വാക്യമാണ്. മത്തായി 27:3. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? തിന്മയോട് കൂട്ടുചേർന്നിട്ട് തിന്മ നമ്മളെ രക്ഷിക്കൂല. തിന്മയെയാണ് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ തിന്മ അവസാന നിമിഷം കൈയൊഴിയും. പരദീസയിൽ പോലും ദൈവം വന്നപ്പോൾ ആ സർപ്പത്തിന്റെ സാന്നിധ്യം അവിടെ ആ നിമിഷം മാറി. അപ്പോൾ തിന്മ പ്രേരിപ്പിക്കുന്നവ നമ്മുടെ കൂടെ നിൽക്കുകയല്ല. ഞങ്ങൾക്ക് എന്തെന്നാണ് അവർ ചോദിച്ചത്? അത് നിന്റെ കാര്യം. ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യം. പിന്നെ അവൻ കെട്ടി ഞാന്ന് ചത്തു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ തപസ്സുകാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴും തിന്മ നമ്മളെ വേട്ടയാടും. നമ്മൾ പാപം ചെയ്തിട്ട് ചിലപ്പോൾ പോവുള്ളൂ. നമുക്ക് നല്ല ദൈവമേഖല വന്നു നിന്നാലും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. ഈശോയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ, നീ ഞങ്ങളുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അപ്പോൾ രാത്രിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ യൂദാസ് പുറത്തേക്ക് പോയപ്പോൾ അപ്പോൾ രാത്രിയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അന്ധകാരം. ഒരു പ്രകാശം വന്ന് നിറയട്ടെ. ഈസ്റ്റർ പ്രകാശത്തിൻ്റെ തിരുനാളാണ്. അതുകൊണ്ടാണ് ലാറ്റിൻ ക്രമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് പെസഹാത്തിരി കത്തിച്ചു പിടിച്ചുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പ്രകാശം കടന്നു വരട്ടെ. നമ്മുടെ അന്ധകാരെല്ലാം മാറട്ടെ. നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ സാധിക്കട്ടെ. മനസ്സറിഞ്ഞ് കുമ്പസാരിച്ച് തിന്മയുടെ ആധിപത്യം മുഴുവൻ കെട്ടടങ്ങട്ടെ. ഈശോ കുരിശിൽ മരിച്ച നിമിഷം സാത്താൻ അടിപതറി. അത് നമുക്ക് അനുഭവേദ്യമാക്കുന്ന കൂദാശയാണല്ലോ കുമ്പസാരം. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരട്ടെ. കൗദാശിക സാന്നിധ്യം നമ്മൾ നിറഞ്ഞു വരട്ടെ. ക്രൂശിതനേ ഉദ്ധിതനേ
മർത്യനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ, ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ആമേൻ. ജീവിതം എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയതാളമതിനിടാം, ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിരുഹിതം പോലെ. ഉയരുമീ കാസയിൽ എന്നെയും നൽകാൻ, ധന്യമായി നവ്യമായി കാത്തുകൊള്ളണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കുടുംബത്തിൻ്റെ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ തൃക്കൺ പാർക്കുകയും ദിവ്യദാനങ്ങളിൽ ഞങ്ങൾ പങ്കുകാരായി അവയുടെ പൂർണ്ണതയിലെത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉത്ഥാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ
ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ,
അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമെത്രാനോടും വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമുക്ക് എഴുന്നേൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന
കേട്ടരുളേണമേ. ആമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ ദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ കൂദാശയാൽ ഇക്കാലയളവിൽ ഞങ്ങളെ അങ്ങ് പരിപോഷിപ്പിക്കുന്ന പോലെ നിത്യജീവനിലും ഞങ്ങൾ പങ്കാളികളാകാൻ കാരുണ്യപൂർവ്വം അങ്ങിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ അവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.